ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് രാഹുൽ ഗാന്ധി. അദാനിയോട് നീതിയും ബാക്കിയുള്ളവരോട് അനീതിയുമാണ് രാജ്യത്ത് നടക്കുന്നതെന്നാണ് വിമർശനം. ലാൻഡ് ട്രൈബ്യൂണൽ ബില്ല് റദ്ദാക്കിയത് യുവാക്കളോടും കർഷകരോടുമുള്ള അനീതിയാണെന്നും BJPയുടെ വിദ്വേഷ പ്രചാരണത്തിനെതിരെയാണ് ഈ യാത്രയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഭാരത് ജോഡോ ന്യായ് യാത്ര ജാർഖണ്ഡിൽ പര്യടനം തുടരുകയാണ്. ഇപ്പോൾ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അച്യുതൻ, വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ നടന്ന രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേദിയായ ജാർഖണ്ഡിലേക്ക് ഇപ്പോൾ ഭാരത് ന്യായ് യാത്ര കടന്നിരിക്കുന്നു. എന്താണ് രാഹുൽ ഗാന്ധി ജാർഖണ്ഡിലേക്ക് യാത്ര കടക്കുമ്പോൾ പറയുന്നത്? എന്തൊക്കെയാണ് BJP സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളും വിമർശനങ്ങളും? ഗോപികൃഷ്ണൻ, ഇന്നലെയാണ് യാത്ര ജാർഖണ്ഡിലേക്ക് കടന്നത്. ഇന്ന് ഈ ഗോണ്ടയിൽ നിന്നാണ് പര്യടനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഗോണ്ടയിലെ സർക്കാരന്ത ചൗക്കിൽ നിന്നാണ് യാത്ര തുടങ്ങിയിരിക്കുന്നത്. ഈ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനമാണ് പ്രധാനമായും ഇവിടെ ഒരു പ്രചരണമായി രാഹുൽ ഗാന്ധി ഉയർത്തിയത്. അതായത് രാജ്യത്ത് അദാനിയോട് നീതിയും മറ്റുള്ളവരോട് അനീതിയുമാണ് രാജ്യത്ത് നടക്കുന്നത്. ഈ അദാനിയുടെ ഒരു തലസ്ഥാനമായി മോദി പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണം കൂടി രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം രാജ്യത്തെ മറ്റ് വിഭാഗങ്ങളെ ഒരു തരത്തിലും പരിഗണിക്കുന്നില്ല. ഈ ലാൻഡ് ട്രൈബ്യൂണൽ ബില്ലടക്കം അന്ന് UPA കാലത്ത് കൊണ്ടുവന്നു. പക്ഷേ ഇത് മോദി റദ്ദാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. BJPയുടെ വിദ്വേഷ പ്രചാരണത്തിനെതിരെയാണ് ഈ യാത്ര എന്നുള്ള സന്ദേശം കൂടിയാണ് രാഹുൽ ഗാന്ധി ഗോണ്ടയിൽ നിന്ന് നൽകിയിരിക്കുന്നത്. ഇന്നലെ ജാർഖണ്ഡിലെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ തന്നെ ചമ്പൈ സോറൻ ഈ യാത്രയിൽ പങ്കെടുത്തിരുന്നു. ചമ്പൈ സോറൻ ഈ യാത്രയിൽ എത്തുകയും യാത്രയ്ക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് അദ്ദേഹം അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ നിൽക്കുന്ന ജാർഖണ്ഡിൽ ഭാരത് ജോഡോയോടൊപ്പം തന്നെയാണ് അവിടുത്തെ ഭരണകക്ഷി സർക്കാരും ഇപ്പോൾ ഉള്ളത്. എന്തായാലും യാത്ര ജാർഖണ്ഡിൽ പര്യടനം നടത്തുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രചാരണം ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ ഈ യാത്രക്കെതിരെ ഈ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ യാത്ര ഈ സമയത്ത് നടത്തുന്നത് യുക്തിപരമല്ലെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. തെരഞ്ഞെടുപ്പിന് 6 മാസമോ 1 വർഷമോ മുമ്പ് ഈ യാത്ര സംഘടിപ്പിക്കേണ്ടതായിരുന്നു എന്നും അദ്ദേഹം വിമർശിക്കുന്നു. എന്തായാലും വിമർശനങ്ങൾക്കും പല പരിഹാസങ്ങൾക്കും ഇടയിലും രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇപ്പോൾ ജാർഖണ്ഡിൽ പര്യടനം തുടരുകയാണ്. हिंदुस्तान में अदानी नाम लिया जाता है, भाई और बहनों, देश के सारे रिसोर्सेस, एयरपोर्ट, जमीन, पोर्ट, इंफ्रास्ट्रक्चर, सड़कें, ये सारा का सारा जो आपकी पूंजी है, ये नरेंद्र मोदी जी अपने मित्र अदानी भैया बेच नहीं रहे हैं, वो उनको एक के बाद एक दिया जा रहा है. രാഹുൽ ഗാന്ധിയുടെ ന്യായ് യാത്ര ജാർഖണ്ഡിൽ പ്രചാരണം തുടരുമ്പോൾ അവിടെ കേന്ദ്രത്തിനെതിരെ ശക്തമായ ഭാഷയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്.